തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ അനവധി സർവേകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സർവേ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നു. ഫെബ്രുവരി 12 മുതൽ മാർച്ച് 1 വരെ നടന്ന 21 സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് പേരെ കണ്ട് നടത്തിയ ഒരു മെഗാ സർവേ, CNN ന്യൂസ് 18 നടത്തിയ ഒരു വലിയ സർവേ. ആ വലിയ സർവേയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് പറയുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു എന്ന് നാം പറയുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അതിൽ തമിഴ്നാടും കേരളവുമാണ് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ മുന്നണിയെ ഞെട്ടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 39 സീറ്റുകളാണുള്ളത്. ആ 39-ൽ 30 സീറ്റുകളും DMK മുന്നണി നേടുമ്പോൾ BJP നേതൃത്വം നൽകുന്ന NDA 5 സീറ്റ് നേടും എന്നാണ് പറയുന്നത്. അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ ADMKയ്ക്ക് 4 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ മുന്നേറ്റം തന്നെ BJP നടന്നു. 5 സീറ്റുകൾ ലോക്സഭയിലേക്ക് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ്. ഈ 5 സീറ്റുകൾക്ക് കീഴിൽ ഏതാണ്ട് 35ഓളം നിയമസഭകൾ കൂടി വരുന്നു എന്ന് പറയുമ്പോഴാണ് BJP അവിടെ ഉണ്ടാക്കിയ മുന്നേറ്റത്തെ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേരളത്തിലുള്ള BJP പ്രവർത്തകർക്ക് ആവേശം വാരി വിതറിക്കൊണ്ട് വരുന്ന മറ്റൊരു വാർത്ത, കേരളത്തിൽ നടത്തിയ സർവേയിൽ UDFന് 14 സീറ്റ്, UDFിൻ്റെ അപ്രമാദത്തിൽ നിന്ന് നിലനിൽക്കുന്നു എന്ന് ഈ ന്യൂസ് 18 CNN സർവേയിൽ പറയുന്നു. LDFന് 4 സീറ്റ് ലഭിക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ അവർക്ക് 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിൽ ഇത്തവണ 4 സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 സീറ്റ് BJP നേടും എന്ന് തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യ വലിയ തേരോട്ടം. കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലടക്കം കാവിത്തരംഗം എന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും കഴിഞ്ഞ വന്ന സർവേയിലും ABP ന്യൂസിൻ്റെ അടക്കം വന്ന സർവേകളിലെല്ലാം തന്നെ ഈ കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലുമൊക്കെ NDA അല്ലെങ്കിൽ BJP സഖ്യം സീറ്റ് നേടുമെന്ന് പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 സർവേയും പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.